തന്നത് ആ സർവേ നമ്പർ അസാധുവാണ്. ഇത് രണ്ടുമാണ് താങ്കൾ പറഞ്ഞത്. അല്ല, ഇത് എല്ലാം നോക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നമ്മൾ അന്ന് അസൈൻമെന്റ് കമ്മിറ്റിയിൽ വന്നത് ലിസ്റ്റിലെ രാജേന്ദ്രന്റെ പേര് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നല്ല, താങ്കൾ ഇന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. താങ്കൾ ഇന്ന് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അതിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഞാൻ ഞാൻ കള്ളം പറയുന്ന സ്വഭാവമല്ല. ഞാൻ തീർത്തെന്നാ പറഞ്ഞാൽ എനിക്ക് ഇന്ന് കിട്ടിയ വിവരമാണ്. നിങ്ങൾ ഇതെല്ലാം വന്ന പിന്നീട് ഞാൻ കിട്ടിയ വിവരം അനുസരിച്ച് അന്നത്തെ സർവേ നമ്പർ ഞാൻ ഇന്ന് പറഞ്ഞതല്ലാതെ അന്ന് സർവേ നമ്പറിൽ പെട്ട ലിസ്റ്റിൽ അന്ന് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നുകൊണ്ട് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഈ 912 എന്ന സാധുതയുള്ള പട്ടയത്തിൻ്റെ ഉടമസ്ഥനെയാണോ ഇന്ന് VS അച്യുതാനന്ദൻ വളരെ ദീർഘമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഭൂമാഫിയക്കാരൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞത്? വേണു, അതിൽ VS പറഞ്ഞത് ആ കാര്യത്തിനൊന്നും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. അത് അവർ തമ്മിലുള്ള വിഷയം, വസ്തുതാപരമായ വിഷയമുണ്ട്. ഞാൻ അതിൽ പറയുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇത് ഇപ്പോൾ മൂന്നാറിലെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ഈ 8 സെൻറ്റ് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് ചർച്ചയാകുന്നത് 2 സാഹചര്യത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയാകുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ആരോപണം വരിക സ്വാഭാവികമാണ്. 2, അവിടുത്തെ പട്ടയങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു പൊതു സ്വഭാവം അതിൽ ഉണ്ട്. 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇത് ലിസ്റ്റ് ഓഫ് അസൈനബിൾ ലാൻഡിൻ്റെ കൂട്ടത്തിൽ ഈ സർവേ നമ്പർ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഭൂമി പതിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആ സർവേ നമ്പർ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഭൂമി മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച കൂട്ടത്തിൽ ഈ ഭൂമി വന്നിട്ടില്ല. 2, ശ്രീ AK മണി ഇവിടെ ഉണ്ട്. അദ്ദേഹം വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടോ അതോ അദ്ദേഹം വ്യക്തിപരമായി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നാണോ? അദ്ദേഹം അങ്ങനെ തഹസിൽദാരോട് റെക്കമെൻഡ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തീരുമാനമെടുക്കാൻ, വ്യക്തിപരമായി എടുക്കാൻ ഒരു MLAക്ക് അധികാരമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. MLAക്ക് ഇഷ്ടമുള്ളവർക്ക് ഭൂമി കൊടുക്കുക എന്നൊരു അധികാരം ഒരു ജനപ്രതിനിധിക്കോ MLAക്കോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് ചെയ്യേണ്ടത് ലാൻഡ് അസൈൻമെൻറ്റ് കമ്മിറ്റിയാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, അങ്ങനെ ഒരു കമ്മിറ്റി കൂടിയിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ രേഖകളുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3-ാമത്തെ കാര്യം, അത് കൊടുത്തിരിക്കുന്നത് തഹസിൽദാർ ശ്രീ രവീന്ദ്രനാണെന്നാണ് രേഖകളനുസരിച്ച് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ രവീന്ദ്രന് അത് കൊടുക്കാനുള്ള അർഹതയുണ്ടായിരുന്നില്ല, ആ പർട്ടിക്കുലർ സ്ഥലത്തിന് കൊടുക്കാനുള്ള അർഹതയുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം 2000 ജാനുവരിയിൽ റിട്ടയർ ചെയ്തു. അതിനുശേഷമാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് സംഭവിക്കേണ്ടത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു, അദ്ദേഹം എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ലാൻഡ് റവന്യൂ കമ്മീഷണറോ റവന്യൂ സെക്രട്ടറിയോ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, പ്രത്യേകിച്ച് ഇതൊരു ജനപ്രതിനിധിയായി. പക്ഷേ പ്രശ്നം മുഖ്യമന്ത്രി പറയുകയാണ് അങ്ങനെയല്ല, ഇത് ശരിയായ പട്ടയമാണ്. എസ് രാജേന്ദ്രൻ പറയുകയാണ് അതിൻ്റെ നമ്പർ 912 ആണ് എന്ന്. അത് തെറ്റ് പറ്റിയാൽ തിരുത്തും ഈ പാർട്ടി എന്ന് വളരെ കൃത്യമായി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ടും പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പരിശോധിച്ചത് തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തിരുത്തും. അല്ല, പക്ഷെ മുഖ്യമന്ത്രി ഇങ്ങനെ എസ് രാജേന്ദ്രൻ പറയുന്നത് കേൾക്കുന്നത് അങ്ങനെ തന്നെ വിശ്വസിച്ച് അങ്ങനെ ആധികാരിക അത് പറയാൻ പാടില്ലായിരുന്നു, പരിശോധിച്ചിട്ടായിരുന്നു മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത്. പക്ഷെ അതുകൊണ്ട് അതൊരു എല്ലാ കാലത്തേക്കുള്ള സത്യമായി നിൽക്കേണ്ട കാര്യമില്ല. രേഖകൾ അവിടെ ഉണ്ട്. ശരി, ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ശരി, ശ്രീ മുല്ലക്കര രത്നാകരൻ, ഇപ്പോൾ അങ്ങടക്കമുള്ള സമിതികൾ അവിടെ പോയി, ഇതിനു മുമ്പ് അഷുറൻസ് കമ്മിറ്റികൾ അവിടെ പോയി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ധാരാളം റിപ്പോർട്ടുകൾ ഉണ്ട് താനും. രാജ്യം മതേക്കറുടെ ആയാലും ഗോപാലമേനോൻ്റെ ആയാലും നിവേദിത പിഹൻ്റെ ആയാലും റിപ്പോർട്ടുകൾ ധാരാളം. പക്ഷേ ഇപ്പോൾ ഇവിടെ രാജേന്ദ്രൻ്റെ ഒരു 8 സെൻറ്റ് ആണോ ഇതിൻ്റെ തടസ്സം എന്നൊക്കെ ഇതിനെ ലഘൂകരിച്ച് കാണേണ്ടതുണ്ടോ? രാജേന്ദ്രൻ ഒരു പ്രതീകമാണ്. മൂന്നാറിലെ വഴിമുടക്കിയാണ് രാജേന്ദ്രൻ. അതിന് വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പരിസരമാണ് രാജേന്ദ്രൻ്റെ 8.5 സെൻറ്റ്. രാജേന്ദ്രൻ്റെ കിടപ്പാടം 2 മുറിയായിരിക്കുന്നു എന്ന് പറയുന്നത് വികാരപരമായി ഈ വിഷയത്തെ സമീപിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. പിണറായി വിജയനും ഇത് പറയുകയാണ്. മുമ്പ് MLA ആയിരുന്ന ഒരു ഗണപതിക്ക്, അദ്ദേഹത്തിന് പോലും അവിടെ കയ്യേറ്റക്കാരനായിരുന്ന എന്ന നിലയിലാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്. ഇതൊരു പ്രചാരവേലയാണ്, അതിൻ്റെ പിന്നാലെ പോകാൻ കഴിയില്ല എന്ന്. പക്ഷെ പ്രശ്നം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള എല്ലാ നടപടികളും തടസ്സപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ വൈകാരികമായി കാണാതെ രാജേന്ദ്രൻ്റെ കാര്യം വസ്തുനിഷ്ഠമായി പരിശോധിക്കണം. രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഏതൊരു വലിയ കയ്യേറ്റക്കാരനെയും പോലെ നിയമലംഘനത്തിൻ്റെ ഒരു ചെറിയ കണ്ണിയാണ് എന്ന നിലയിലല്ലേ ഇതിനെ കാണേണ്ടത്. അനധികൃതമായി കെട്ടിടം വെച്ചു അദ്ദേഹം, 2 മുറിയെങ്കിൽ 2 മുറി. അനധികൃതമായ സൗധങ്ങൾ പണിതു റിസോർട്ട് ഉടമകൾ, ബഹുനില കെട്ടിടമാണ്.
പക്ഷേ കണ്ണികളിൽ തരാതരത്തിലുള്ള വ്യത്യാസം. ഒന്നാമതായി ശരിയായ പരിശോധനയിലേക്ക് പോകുന്നതിൽ തടസ്സം നിൽക്കുന്ന രണ്ട് ശക്തികൾ തന്നെയല്ലേ ഇത്? വെളിപ്പെട്ട് വരുന്നത് രാജേന്ദ്രൻ, വെളിപ്പെടാതെ നിൽക്കുന്നത് മാഫിയ. അതുകൊണ്ട് VS അങ്ങനെ പറഞ്ഞു എന്ന് താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നു. അല്ല, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചർച്ച ഇങ്ങനെ രാജേന്ദ്രൻ്റെ 8 സെൻറ്റോ 6 സെൻറ്റോ ഈ പല സെൻറ്റ് പറയുന്ന ആ സെൻറ്റിലും കേന്ദ്രീകരിക്കപ്പെടുമ്പം സംഭവിക്കുന്നത് അതൊന്നും പരിശോധിക്കേണ്ട എന്നല്ല. പക്ഷേ യഥാർത്ഥത്തിൽ മൂന്നാറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ പരിക്കിനെക്കുറിച്ച് സമൂഹത്തിലൊരു പൊതു അവബോധം രൂപപ്പെടുന്നതിന് ഇത് തടസ്സമാവും. ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തല അവിടെ പോയിട്ട് ഉന്നയിക്കുന്ന ഈ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് അദ്ദേഹത്തിന് എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിശോധിക്കേണ്ടി വരും. പക്ഷേ ഈ തിമിംഗലത്തെ കാണാൻ പോയി പരൽമീൻ്റെ കാര്യം പറഞ്ഞ് വരുന്നത് ശരിയല്ല. പ്രശ്നമുണ്ട് ശ്രീ മുല്ലക്കര രത്നാകരൻ. തിമിംഗലത്തെ പിടിക്കാനായിട്ട് പൂച്ചകൾ പോയി, പക്ഷേ നിങ്ങളുടെ CPI ഓഫീസ് എന്ന പരൽമീനിൽ തട്ടി അതെല്ലാം നിന്നു. അപ്പോൾ ഈ പരൽമീൻ തന്നെയാണ് മൂന്നാറിനെ നിർണ്ണയിക്കുന്നത്. അങ്ങനെ അതിനെ ലഘൂകരിച്ച് അങ്ങനെ പറയരുത് വേണോ? അതായത് സത്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മൂന്നാർ എന്ന് പറയുന്ന ലോകത്തിൻ്റെ സമ്പൂർണ്ണ സൗന്ദര്യമായ ഒരു പ്രദേശം ഒരുപാട് പരിക്കുകളോടെ പലതരം ഇടപെടലുകളിലൂടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നത്തെ നമ്മൾ രണ്ടായി സമീപിക്കണം. ഒന്നവിടെ കുടിയേറ്റക്കാരാരാണ്, കയ്യേറ്റക്കാരാരാണ്. കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അവർ കൃഷിക്കാരും തർക്കമില്ലാത്ത വിഷയമാണത്. കുടിയേറ്റക്കാരെ മുഴുവൻ വിടാം. ഇവിടെ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് സാർ. അവിടേക്ക് ഈ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ വിഘ്നമാണ് രാജേന്ദ്രൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വൈകാരികമായ വിഷയം. ഞാൻ പറയുന്നത് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളിൻ്റെ വിഷയം, അദ്ദേഹം ജനപ്രതിനിധിയാണ്. തീർച്ചയായിട്ടും ഈ മൂന്നാർ ദൗത്യത്തെ തന്നെ, മൂന്നാറിലെ പരിക്കേൽപ്പിക്കുന്ന ഈ കയ്യേറ്റക്കാരുടെ കടന്നാക്രമണത്തെയും വന്യമായ ആർത്തിയെയും ഒക്കെ ചെറുക്കുന്നതിന് മുൻനിന്ന് പ്രവർത്തിക്കേണ്ട ഒരാളാണ് തീർച്ചയായിട്ടും ജനപ്രതിനിധി. പക്ഷേ ആ ജനപ്രതിനിധി വിഷയത്തിലേക്ക് രാഷ്ട്രീയമായ ചേരിതിരിവിലേക്കും തർക്കങ്ങളിലേക്കും വന്നുവിടുമ്പം രക്ഷപ്പെടുന്നത് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടു. ശരിയാണ്, ഇത് രാജേന്ദ്രനാണ് ഓർക്കേണ്ടത്. ഇപ്പോൾ അങ്ങയുടെ മന്ത്രി വിവരമില്ലാത്ത ഒരാളാണെന്ന് രാജേന്ദ്രൻ പറയുന്നതിനാണ് 8 സെന്റ് പിടിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണോ? അവിടെ 2 കാലിൽ നിവർന്നു നിൽക്കില്ല ശ്രീറാം എന്ന് രാജേന്ദ്രനെ കൊണ്ട് പറയിക്കുന്നത് 8 സെന്റ് പിടികൂടപ്പെടുമെന്ന ആശങ്കയാണോ? അദ്ദേഹം തന്നെ പറയുകയാണ് 912 ആധികാരിക രേഖയാണെന്ന്. പിന്നെ എന്തിനാണ് ഈ അങ്കലാപ്പ്? അപ്പോൾ മറ്റൊന്നാണ് താല്പര്യം. അത് അങ്ങ് കാണാതിരിക്കുന്നുണ്ടോ? അങ്ങും ഈ മരം കാണാതെ ഈ കാട് കണ്ടിരിക്കുകയാണോ ശ്രീ മുല്ലക്കര രത്നാകരൻ? അങ്ങനെയല്ല. അതായത് അവിടെയുള്ള ഒരാൾക്ക് ഇപ്പം മണിക്കോ രാജേന്ദ്രനോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഈ മൂന്നാറിൻ്റെ ഇത്തരം വിഷയങ്ങൾ അറിയാവുന്നിടത്തോളം പുറത്തുള്ള ഒരാളിന് അറിയാൻ പ്രയാസമാണ്. ഞങ്ങളൊക്കെ അവിടെ പോയി പരിസ്ഥിതി കമ്മിറ്റിയാണെങ്കിലും ഏത് കമ്മിറ്റിയാണെങ്കിലും പഠിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്താണ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പക്ഷെ മൂന്നാറിൻ്റെ പ്രശ്നം മൂന്നാറിൽ പരിസ്ഥിതിക്കും മൂന്നാറിലെ പൊതുവായ മൂന്നാറിൻ്റെ സൗന്ദര്യത്തിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിക്കാരൻ കാരണമോ അവിടുത്തെ തോട്ടത്തിൽ തൊഴിലാളികൾ കാരണമല്ല. അത് പുറത്തു നിന്നുള്ള ലാഭം എന്ന് പറയുന്നതും പണമെന്ന് പറയുന്നതും ദൈവമായി കാണുന്ന കയ്യേറ്റക്കാരായ റിസോർട്ട് ഉടമകളും ഹോട്ടൽ ഉടമകളും ഒക്കെ ചേർന്ന് നടത്തുന്ന വന്യമായ ആർത്തി കൊണ്ട് സംഭവിച്ചതാണ്. സത്യത്തിൽ അതിലേക്ക് വേണം വരാനും തിരുത്താനും. അതിലേക്ക് വരാനുള്ള തടസ്സമാണ്, അതിലേക്ക് വരാനുള്ള വഴിമുടക്കിയുടെ പേരാണ് രാജേന്ദ്രൻ. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ AK മണിക്ക് പോകേണ്ടതുണ്ട്. ശ്രീ AK മണി ഇന്ന് VS അച്യുതാനന്ദൻ്റെ വാർത്താക്കുറിപ്പിലുള്ള ഒരു വാചകം താങ്കളെ പറ്റിയുള്ളതാണ്. മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ജലസംഭരണിയോട് ചേർന്ന് കിടക്കുന്നതും വൈദ്യുതി വകുപ്പിൻ്റെ കൈവശമുള്ളതുമായ 310 സെന്റ് ഭൂമി കോൺഗ്രസിലെ ദേവികുളം MLA AK മണിയുടെ നേതൃത്വത്തിലുള്ളൊരു കടലാസ് സംഘടനയ്ക്ക് കൈമാറിയ സർക്കാർ നടപടി ഞാൻ പത്രസമ്മേളനത്തിൽ ചോദ്യം ചെയ്തു. സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് 2006 ജനുവരി 5 ഞാൻ ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമും പരിസരവും സന്ദർശിക്കുകയുണ്ടായി. ഈ ഭൂമി തിരിച്ചെടുക്കാൻ നടപടിയെടുക്കണമെന്ന് കാണിച്ച് അന്നത്തെ മുഖ്യമന്ത്രിക്ക് കത്തും നൽകി. അതൊന്നും രമേശ് ചെന്നിത്തലയ്ക്ക് ഓർമ്മ കാണില്ല. ഇതിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് ഈ ചർച്ചയിൽ നിന്ന് പിരിയാം. എനിക്ക് അന്ന് കൊടുത്ത സ്ഥലം എന്ന് പറയുന്നത് ആര്യാട സാറ് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് മിനിസ്റ്ററായിരിക്കുന്ന കാലഘട്ടത്ത് മൂന്നാറിൽ രൂപീകരണപ്പെട്ട ഒരു ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിസിറ്റി സെക്രട്ടറി എൻ്റെ അപേക്ഷയെ പരിശോധിച്ചതിന് ശേഷം അത്
ഈ സൊസൈറ്റിക്ക് ആയതുകൊണ്ടും എൻ്റെ പ്രൊജക്റ്റ് ഇതുവരെ ആരും കൊടുക്കാതെ ഒരു നല്ല പ്രൊജക്റ്റ് ആയതുകൊണ്ട് ആ പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ നേട്ടമുണ്ടാകും, ധാരാളം ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ സ്ഥലം ലീസിനെയും വാടകയ്ക്കാണ് കൊടുത്തത്, അല്ലാതെ മണിക്കല്ല കൊടുത്തത്. അപ്പം അന്നേരം അവസാനം അത് പ്രതിപക്ഷങ്ങളായിരുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒക്കെ എതിർപ്പായി. മണിക്ക് കൊടുക്കാൻ പാടില്ല, മണിയുടെ ഇപ്പോൾ എന്തായി ആ പദ്ധതി? ഞാൻ എന്ത് പ്രോജക്റ്റ് കൊടുത്തോ ആ പ്രോജക്റ്റ് ഇപ്പോൾ ബോർഡ് തന്നെ നേരിട്ട് നടത്തുകയാണ്, അത്രേ ഉള്ളൂ വ്യത്യാസം. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അതൊരു പൊതു സംവിധാനത്തിന് കീഴിൽ തന്നെ നിൽക്കുന്നു. നല്ല കാര്യം. അവിടെ റിസോർട്ട് വരുന്നതും പൊതു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നല്ല കാര്യം. വളരെയധികം നന്ദി ശ്രീ എ കെ മണി ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും. പി കെ പ്രകാശ്, ഇവിടെ എന്തുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ ഇന്ന് എസ് രാജേന്ദ്രൻ ഭൂമാഫിയയുടെ ആളാണെന്ന് പറയുന്നു? എന്തുകൊണ്ട് ഈ സർക്കാരിലെ ഒരു